ബീഫ് മന്തി സിമ്പിൾ ആയിട്ട് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇന്റേതായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ അവസാനം വരെ കണ്ടോക്കി. കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫ്, ചെറുതാക്കി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കന്, മല്ലിയില, പുതിനയില, ഒറ്റ പീസ് മാഗി ക്യൂബ്, ഒരു സ്പൂൺ മന്തി മസാല, അര സ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഏകദേശം 2-3 സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നാക്കി കൂട്ടി യോജിപ്പിച്ച് ബീഫ് മുങ്ങാനുള്ള രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിന്റെ മൂടി വെച്ചിട്ട് 8 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ആ നേരം കൊണ്ട് റൈസ് റെഡിയാക്കണം. 3 ആൾക്കുള്ള മന്തി ആയതുകൊണ്ട് 600 ഗ്രാം മീറ്റും 600 ഗ്രാം റൈസുമാണ്. റൈസിന് ആവശ്യമായ വെള്ളം വെച്ചിട്ട് വെള്ളം ഏകദേശം തിളക്കാനായെന്ന് കണ്ടപ്പോൾ ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് ഒറ്റ പീസ് ഡ്രൈ ലെമനും 1.5 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് ശേഷം ഓയിൽ വെച്ചിട്ട് കൂടുതലും ചിന്തിക്കാതെ വെള്ളം തിളച്ചെന്ന് കണ്ടപ്പോൾ അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസും ഇതിലോട്ടിട്ട് റൈസ് തിളക്കുന്ന സമയം കൊണ്ട് 8 വിസിലായ കുക്കറിന്റെ മൂടിയും തുറന്നു നോക്കി. ബീഫൊക്കെ ഏകദേശം നമ്മൾ വിചാരിച്ച കോലത്തിൽ വെന്തെന്ന് കണ്ടപ്പം ബീഫ് വേവിച്ച് വെച്ച ഈ വെള്ളം ഒരു 3/4 ഗ്ലാസോളം മാറ്റി വെച്ചിട്ട് റൈസ് വെന്തെന്ന് കണ്ടപ്പോൾ കൂടുതലും ചിന്തിക്കാതെ അത് ഊറ്റിയെടുത്ത് ഈ ബീഫിന്റെ മുകളിലോട്ട് ഇതിട്ടിട്ട് നേരത്തെ മാറ്റി വെച്ച ബീഫ് വേവിച്ച വെള്ളവും ഇതിലോട്ട് വെച്ചിട്ട് ഒരു 3-4 പച്ചമുളകും ഇതിന് മേലെ കുത്തി വെച്ചിട്ട് ഒരു പാത്രം ഇതിന് മുകളിൽ വെച്ചിട്ട് ഒറ്റ പീസ് ചാർക്കോള് ഏകദേശം ഒന്ന് ചൂടാക്കി എടുത്തിട്ട്, ചാർക്കോള് നിർബന്ധം കേട്ടോ, മന്തിന്റെ ഒരു പുകയും ചോയും മണക്ക് വരണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഇതിന്റെ മേലെ ഇട്ടിട്ട് ലേശം ഓയിലും വെച്ചിട്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കുക്കറിന്റെ മൂടിയൊന്ന് മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കാത്തിരുന്ന് ഇതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കിയപ്പം നല്ല അടിപൊളി സിമ്പിൾ മന്തി റെഡി. മന്തിക്ക് ഓവർ മസാലകളൊന്നും ഇട്ടിട്ടില്ല. നല്ല അടിപൊളി മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ മസാലയില് 3 ആൾക്ക് കഴിക്കാൻ പറ്റിയ കോലത്തില് ഒരു 600 ഗ്രാം മീറ്റും 600 ഗ്രാം റൈസും കൊണ്ടുള്ള മന്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നൊക്കെ ലൈക്കണം. അൽഹംദുലില്ലാ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.